നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരെ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 23 വരെ നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർപിഴി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ KPSTU ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22 നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ അഞ്ജലി ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തിവന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് റെഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ക്ലബ്ബുകൾ മാറ്റിവെച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ് ജേതാക്കളായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരെ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 23 വരെ നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 23 വരെ നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ പുന്നമട ജെട്ടിക്ക് സമീപം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാരോട് ചോദിക്കുന്ന കാര്യം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഏതെങ്കിലും ഒരു ഔദാര്യം തരണമെന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങൾ കുറച്ച് പ്രയാസം കുറച്ച് അധികമായി എന്തിനു സഹായിക്കണം എന്നല്ല. രാജ്യം ഭരിക്കുന്ന BJPയുടെയോ നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ ഒരു ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ അമിതമായ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ ഒരു നാടിന് അവകാശപ്പെട്ട ഈ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ നികുതി കൊടുക്കുന്ന കാശ് അതിന് ന്യായമായ വിഹിതം കേന്ദ്ര നികുതി വിഹിതമായും ഗ്രാന്റായും ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെട്ടത് ലഭ്യമാക്കാൻ കഴിയണം എന്ന ന്യായമായ ഒരു നാടിന്റെ ആവശ്യം മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. നിങ്ങളുടെ ആകെ ഔദാര്യം അധികാരം ഞങ്ങൾക്കൊന്നും വേണ്ട. എന്തുകൊണ്ടാണ് കേരളത്തോട് ഇത്തരം ഒരു സമീപനം ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്? ഇന്ത്യയിലെ BJP അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കപ്പെടുമ്പോൾ ആ നിലപാടിനോട് താളം പിടിച്ചു കൊടുക്കുന്ന ഏർപ്പാട് കേരളത്തിൽ UDFും കോൺഗ്രസും സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാടായിരിക്കും, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേറെ നിലപാടായിരിക്കും. കേന്ദ്രം കേരളത്തിന് കനിഞ്ഞു നൽകുന്ന ഔദാര്യമല്ല, മറിച്ച് കേരളത്തിന് അർഹതപ്പെട്ട അവകാശമാണ് നിഷേധിക്കുന്നത്. ഇത്തരത്തിലുള്ള നിഷേധാത്മക നിലപാട് സ്വീകരിക്കുമ്പോഴും കിഫ്ബി എന്ന സംവിധാനം വഴി സംസ്ഥാനത്തിന്റെ നാനാമേഖലകളിലും പിണറായി സർക്കാർ വികസനം എത്തിക്കുകയാണ്. എന്നാൽ ഈ വികസനങ്ങളെയൊക്കെ കണ്ടിൽ നിന്നടിച്ച് ഇവയെ ഇല്ലാതാക്കാനാണ് കേരളത്തിൽ UDF ശ്രമിക്കുന്നതെന്നും H. സലാം MLA കൂട്ടിച്ചേർത്തു. യോഗത്തെ തുടർന്ന് H. സലാം MLAയിൽ നിന്ന് അജയ് സുധീന്ദ്രൻ പതാക ഏറ്റുവാങ്ങി. PKS ജില്ലാ പ്രസിഡന്റ് D. ലക്ഷ്മണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം VB അശോകൻ, ജാഥ വൈസ് ക്യാപ്റ്റൻ VT രാജേഷ്, മാനേജർ PP പവനൻ, PG വിഷ്ണു, G. ശ്രീജിത്ത്, PH അബ്ദുൾ ഗഫൂർ, B. അജേഷ്, PG ആന്റണി എന്നിവർ സംസാരിച്ചു. KK ജയമ്മ, D. സുധീഷ്, KJ പ്രവീൺ, സൗമ്യരാജ്, VN വിജയകുമാർ, MR പ്രേം, സൗരഭ് സുരേഷ്, ഊർമിള മോഹൻദാസ്, ലാലി വേണു, രാജേശ്വരി ഉദയൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർപിഴി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർപിരി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. കയർഫെഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസക്കാലം
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ പുറകുവശമുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിന സത്യാഗ്രഹം നടത്തി. 5 ദിവസക്കാലം പരിഹാരമുണ്ടായില്ല. അപ്പം സമരത്തെയെല്ലാം ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. വീണ്ടും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നുകൂടി പരിശോധിച്ചു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ ഇവിടെ കൊടുങ്ങല്ലൂർ കൂടി ഈ മേഖലയിലെ വിവിധ മേഖലകളാണ്. കയറുപിരി മേഖല, ഉൽപ്പാദന മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കയറ്റുമതി സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ ചെറുകിട സ്ഥാപനങ്ങളടക്കം വിവിധ മേഖലകളാണ് ഈ തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ജയസിംഹൻ ധർണയിൽ അധ്യക്ഷനായി. പി ജ്യോതിസ്, ആർ സുരേഷ്, പി കെ സദാശിവൻ പിള്ള, ഡി പി മധു, സി വാമദേവ്, സി പുരുഷൻ, കെ എൽ ബെന്നി, കെ എസ് വാസവൻ, ടി സി സോമനി, ബി നസീർ എന്നിവർ സംബന്ധിച്ചു. കയർ ഫാക്ടറികളിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, CARC തീരുമാനപ്രകാരമുള്ള കൂലിയും മറ്റ് അവകാശ ആനുകൂല്യങ്ങളും എല്ലാ കയർ ഫാക്ടറികളിലും നടപ്പാക്കുക, കയർ ഫെഡും കയർ കോർപ്പറേഷനും സംഘങ്ങൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക ഉടനെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സാംസ്കാരിക പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, രാത്രി 10-ന് ശേഷം ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കരുതെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുവാൻ കലാകാരന്മാർക്ക് വേണ്ടി അധികാരികൾ ഇടപെടുക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം കേരളത്തിൽ സോണൽ ഓഫീസ് ആരംഭിക്കുക, 2016 രൂപീകരിച്ച സാംസ്കാരിക വകുപ്പിന്റെ ഗ്ലോബൽ രജിസ്ട്രേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുക, കലാകാരന്മാർക്കുള്ള റെയിൽവേ സൗജന്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ പിച്ചോയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ക്ഷേത്രപ്പറമ്പുകളിൽ, പള്ളി പെരുന്നാളുകളിൽ, അങ്ങനെയെല്ലാമുള്ള കേരളത്തിന്റെ പൊതുവേദികളിൽ സാംബശിവനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം കാർത്തികന്മാർ കടന്നു വന്ന് വേൾഡ് ക്ലാസിക് കഥാപ്രസംഗമായി രൂപപ്പെടുത്തി അവതരിപ്പിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കയത്തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും പാവപ്പെട്ടവന്റെ എല്ലാ ഹൃദയത്തിലേക്ക് ആ വേൾഡ് ക്ലാസിക്കുകൾ പതിഞ്ഞത്. നമുക്ക് ഒഥല്ലിയോ അറിയാം, ഡെസ്റ്റിമോണിയെ അറിയാം, ഇയാമോയെ അറിയാം. ആ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കഥാപാത്രത്തിന്റെ സ്വഭാവത്തെയൊക്കെ നമുക്കറിയാം. എങ്ങനെ അറിയാൻ പറ്റുന്നത്? എങ്ങനെയാ? ഈ പറഞ്ഞ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചിട്ടല്ല, ബംഗാളി സാഹിത്യം നമുക്കറിയാം. അതെല്ലാം മലയാളിക്ക് പരിചിതമായത് ഞാനീ പറഞ്ഞ കഥാപ്രസംഗത്തിന്റെ രൂപത്തിലോ നാടകത്തിന്റെ രൂപത്തിലോ നമ്മുടെ നാട്ടുമ്പോൾ. സവാക്ക് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KC രമേഷ് കുമാർ ധർണയിൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ആശ്രമം ചെല്ലപ്പൻ, വർക്കിംഗ് പ്രസിഡന്റ് തോട്ടപ്പള്ളി സുഭാഷ് ബാബു, സംഘടനാ സെക്രട്ടറി അമ്പലപ്പുഴ സലാം, വനിതാ സെക്രട്ടറി ലില്ലി ആൽബിൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മല്ലിക, കായംകുളം വിമല, സവാക്ക് ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി അംഗം തിരുമേനി നെടുമുടി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PB മുരളി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ KPSTU ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. ആലപ്പുഴ അഞ്ജലി ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22-ന് ആലപ്പുഴ കലർകോട് അഞ്ജലി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയനാണ്, അത് സ്റ്റേറ്റ് യൂണിയനാണ്. രണ്ടാമത്തത് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയനാണ്, അതും സ്റ്റേറ്റ് യൂണിയനായിട്ട് രജിസ്ട്രേഷൻ. അതിൻ്റെ മുന്നോടിയായിട്ട് 1 by 1 ആയിട്ട് ഞങ്ങൾ ഓരോ യൂണിയൻ്റെയും സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയാണ്. ഇപ്പോൾ കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 22-ാം തീയതി കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നതും പ്രേമേന്ദ്രനാണ്. തുടക്കം കുറിക്കുകയാണത്. അതിനുശേഷം കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലാ സമ്മേളനങ്ങൾ തുടർന്നുള്ള മാസങ്ങളുണ്ടായിരിക്കും. പാചകരംഗത്തെ തൊഴിലാളികളെയും കാറ്ററിംഗ് മേഖലയിൽ വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ളവർ നിരവധിയായ തൊഴിൽ പ്രശ്നങ്ങൾ മൂലം പലവിധ വെല്ലുവിളികൾ നേരിടുകയാണ് ഇപ്പോഴെന്നും വൻകിട മുതലാളിമാരുടെ കടന്നുകയറ്റം മൂലം ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകൾ അടഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂടും പുകയും ഏൽക്കുന്നത് മൂലം മാരക രോഗങ്ങൾക്ക് അടിമകളായി മാറുന്ന പാചക തൊഴിലാളികൾക്ക്
വൈദ്യസഹായവും മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാറില്ല. ഈ വിഷയങ്ങളെല്ലാം തന്നെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCTU ജില്ലാ പ്രസിഡന്റ് KK ജയറാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് KK ജയറാം, സെക്രട്ടറി PH കബീർ, S നൌഷാദ്, PP മോഹനൻ വാതറ, B അജയ്കുമാർ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് HSLMMLA ഉദ്ഘാടനം ചെയ്തു. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് HSLMMLA ഉദ്ഘാടനം ചെയ്തു. കരസ്ഥമാക്കിയ 4 പേരും 6A+ കരസ്ഥമാക്കിയ 10 പേരും നിങ്ങളുടെ ബാച്ചിന്റെ ഭാഗമായി മികച്ച വിജയം കരസ്ഥമാക്കിയിട്ടുള്ളതാണ്. ഇങ്ങനെ നമുക്ക് സാധ്യമാകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു കുറവായി കണക്കാക്കേണ്ട കാര്യമില്ല. അത് ഏതെങ്കിലും വല്ല ഒരു ജീവിത സാഹചര്യത്തിന്റെ ഭാഗമായി സംഭവിച്ചൊരു ബ്രേക്ക് ആയിരിക്കും. പക്ഷെ പഠനം എന്നുള്ളത് പ്രായവ്യത്യാസമില്ല എന്നും ജീവിതത്തിന്റെ ഏത് തലത്തിലേക്ക് എത്തിയാലും അതിന് തുടർന്ന് മുന്നോട്ട് പോകുക എന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഔദ്യോഗികമായ പഠനത്തിന്റെ കാലത്ത് നമ്മളൊരു വിദ്യാഭ്യാസ നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല നമ്മുടെ മക്കളെ ചിന്തിക്കുന്നത്. 10ാം തരം തുല്യതാ പരീക്ഷ എഴുതിയ 17ാം ബാച്ചിലെ 76 പേരും വിജയിച്ചിരുന്നു. ഇവരിൽ 7 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 58 വയസ്സുകാരി കാക്കാഴം ഈരേത്രയിൽ മോളിയാണ് മുതിർന്ന പഠിതാവ്. 18ാം ബാച്ചിൽ 107 പഠിതാക്കളാണുള്ളത്. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ രതീഷ് അധ്യക്ഷയായി. വിജയികളെയും അധ്യാപകരെയും MLA അനുമോദിച്ചു. പഞ്ചായത്ത് അംഗം K മനോജ് കുമാർ, സെന്റർ കോർഡിനേറ്റർമാരായ N പ്രകാശ് ബാബു, B ഗിരിജ, അധ്യാപകരായ P സുരേഷ് ബാബു, S ശ്രീകുമാർ, R നാരായണൻ, P ജയലക്ഷ്മി, S ജയേഷ് കുമാർ, S ശ്രീജിത്ത്, നൌഫൽ, ശ്രീദേവി, ദിവേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തിവന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ് ജേതാക്കളായി. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളിലായി നടത്തിവന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16ഓളം ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിന്റെ ഫൈനലിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി SM ചങ്ങനാശ്ശേരി ക്രിക്കറ്റ് ക്ലബ് ACPL സീസൺ 7 ജേതാക്കളായി. ആലപ്പുഴ തിരുവമ്പാടി ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയിൽ നടത്തിയ ചടങ്ങിൽ ACPL രക്ഷാധികാരി അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ACPL പ്രസിഡന്റ് VK നാസറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി CT സോജി മുഖ്യാതിഥിയായി. സെക്രട്ടറി ബിലാൽ നിസാർ നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരെ CPIM ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 23 വരെ നടത്തുന്ന കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ ക്യാപ്റ്റനായ ജാഥ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം HSLMMLA ഉദ്ഘാടനം ചെയ്തു. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർപിടി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പിച്ചുവയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ KPSTU ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22 നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ അഞ്ജലി ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. 10ാം തരം തുല്യതാ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു. സാക്ഷരതാ മിഷനും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് HSLMMLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ദിനരാത്രങ്ങളായി നടത്തിവന്നിരുന്ന ആലപ്പി ഡിസ്ട്രിക്ട് കൗണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് സമാപനമായി. 16ഓളം ക്ലബ്ബുകൾ മാറ്റുരച്ച മത്സരത്തിൽ ടൈറ്റൻസ് ആലപ്പിയെ പരാജയപ്പെടുത്തി ചങ്ങനാശ്ശേരി SM ക്രിക്കറ്റ് ക്ലബ് ജേതാക്കളായി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.